ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് എബിൻ മാത്യു. നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നു അല്ലേ? അപ്പോൾ ഇനി മുമ്പോട്ടുള്ള നമ്മുടെ പഠനം ഏത് രീതിയിൽ വേണമെന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ ലഭിച്ചു. അപ്പോൾ കഴിഞ്ഞ എക്സാമിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ചില ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചധികം കുട്ടികൾക്ക് എക്സാം പാസ്സാകാനായിട്ട് സാധിച്ചു. അപ്പോൾ എക്സാം പാസ്സായവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിലവിൽ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഓരോ എക്സാമും കഴിയുന്നതിനനുസരിച്ച് ക്വാളിറ്റി കുറച്ചുകൂടെ വർദ്ധിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ക്വാളിറ്റി വർദ്ധിക്കുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ പഠനം കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമുക്കൊന്ന് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് പഠിക്കാമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. സെറ്റ് ഹിസ്റ്ററി എക്സാം അതിനുവേണ്ടി എങ്ങനെ കൃത്യതയോടുകൂടി എഫക്റ്റീവായിട്ട് നമുക്ക് പഠിക്കാമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സെറ്റ് ഹിസ്റ്ററി സിലബസ് നിങ്ങൾ അതിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. വളരെ വിശാലമായിട്ടുള്ളൊരു സിലബസാണ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം നെറ്റ് എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് അഡീഷണൽ ഭാഗം കൂടെ നമുക്ക് സെറ്റിന് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി നമുക്ക് ഈ എക്സാമിനെ സമീപിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ടൈം ടേബിൾ ആണ് എന്നുള്ള കാര്യം അടിവരയിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. കാരണം ഒരു ടൈം ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിച്ചു പോയില്ല എങ്കിൽ കൃത്യതയോടുകൂടി സിലബസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കാതെ സാഹചര്യം ഉണ്ടാവും. ഓക്കെ, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നമ്മുടെ കുട്ടികൾ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നിങ്ങളിത് കണക്കാക്കണം. കാരണം നമ്മുടെ സിലബസിൽ കുറേയധികം ലൂപ്പ് ഹോൾസ് ഉണ്ട്. ലൂപ്പ് ഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് കൺവെൻഷനലായിട്ട് പഠിച്ചു പോകുന്ന ചില ഭാഗങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ സൗകര്യാർത്ഥം നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയുന്ന ചില ഭാഗങ്ങളുണ്ട്. ഇത് ഒരിക്കലും പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്കൊരു ടൈം ടേബിൾ വേണം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? നമ്മുടെ സിലബസിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു ടൈം ടേബിൾ നമുക്ക് വേണം. എന്നാൽ ഇത്തവണ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമുക്ക് കൃത്യതയോടുകൂടിയുള്ള ഒരു നല്ല ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു 90 ഡേ ടൈം ടേബിൾ. അപ്പോൾ 90 ഡേയ്സ് കൊണ്ട് നമ്മുടെ സിലബസിൽ പറയുന്ന ഓരോ ടോപ്പിക്കിലും കൃത്യമായിട്ട് തന്നെ നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് പഠിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു മോഡൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഇവിടെ നോക്കുക, നമ്മൾ ഒരു 90 ഡേ ടൈം ടേബിളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് വീക്കിൻ്റെ മാത്രമാണ് നമ്മൾ കൃത്യമായിട്ട് ഡീറ്റെയിൽഡായിട്ട് പറയുന്നത്. ഓക്കെ, ഡേ 1 to ഡേ 6 അതിൽ നമ്മൾ യൂണിറ്റ് 1 ഹിസ്റ്റോറിക്കൽ മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഡേ 1 ഹിസ്റ്ററി ആസ് ആൻ എപ്പിസ്റ്റമോളജി ഓഫ് ദ പാസ്റ്റ്, മീനിങ്, സ്കോപ്പ്, ഡെഫിനിഷൻസ് ഒന്നും നമ്മൾ വിട്ട് കളഞ്ഞിട്ടില്ല. അതാണ് നമ്മൾ ഡേ 1 പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡേ 1 ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു പോകും. ഡേ 2 വരുമ്പം ഹിസ്റ്ററി ആസ് എ സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻ ഓർ ഹ്യൂമാനിറ്റീസ്, അതും നമ്മൾ വ്യക്തമായിട്ട് ക്ലാസ്സുകൾ, വീഡിയോ ക്ലാസ്സസ്, അതുപോലെ തന്നെ നമ്മുടെ PDF മെറ്റീരിയൽസ് വെച്ച് തന്നെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഇനി ഡേ 3 ഇൻ്റർ ഡിസിപ്ലിനാരിറ്റി, ജനറേഷൻ ഓഫ് ഐഡിയോളജി, സബ്ജക്റ്റിവിറ്റി, ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ട്രൂത്ത് നമ്മൾ ഡേ 3 പഠിക്കുന്നു. ഡേ 4 വരുമ്പം ബേസിക് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് റിസർച്ച്, സോഴ്സസ്, മെത്തേഡ്സ് ഓഫ് ഒതൻറ്റിക്കേഷൻ, അത് നമ്മൾ ഡേ 4 പഠിക്കുന്നു. ഡേ 5 വരുമ്പം ക്രിറ്റിസിസം, അത് ഏതൊക്കെ ക്രിറ്റിസിസങ്ങളാണ്? ഇൻറ്റേർണൽ, എക്സ്റ്റേണൽ, ടെക്സ്റ്റുവൽ അനാലിസിസ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. നിങ്ങൾ നിരന്തരമായിട്ട് ക്വസ്റ്റ്യൻ കാണുന്ന ഒരു ഭാഗമായിരിക്കണം ഈ ഡേ 5 പറഞ്ഞിരിക്കുന്ന ക്രിറ്റിസിസം എന്ന് പറയുന്ന മേഖല. ഇനി ഡേ 6 വരുമ്പം കൺസെപ്ച്വലൈസേഷൻ, ഹൈപ്പോത്തിസിസ്, പ്രസൻറ്റിങ് ആൻ ആർഗ്യുമെൻറ്റ്, കൊസേഷൻ എന്ന് പറയുന്ന മേഖല നമ്മൾ പഠിച്ചു പോകുന്നു ഡേ 6. അപ്പം
ഡേ 6 കഴിഞ്ഞാൽ ഡേ 7ലേക്ക് വരുമ്പം നമ്മൾ ആ വീക്കിൽ പഠിച്ച കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ ഡേ 7ൽ എന്ത് ചെയ്യുകയാണ്, റിവൈസ് ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം മൊഡ്യൂൾ 1 to മൊഡ്യൂൾ 3 നമ്മൾ എന്ത് ചെയ്യുന്നു, യെസ്, കൃത്യമായിട്ട് ഡേ 7ൽ നമ്മൾ റിവൈസ് ചെയ്ത് പഠിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സഹായത്തോടുകൂടെ നമ്മൾ പഠിച്ചാണ് പോകുന്നതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരാഴ്ചത്തെ, ഒരു വീക്കിലെ നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അതിനനുസരിച്ചുള്ള ടൈം ടേബിളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി മുമ്പോട്ട് അതിൻ്റെ ഒരു നട്ട്ഷെല്ല് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ സെറ്റ് ASTRA 2.1ൻ്റെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാമല്ലോ, നമുക്കിനി ദീപാവലിയൊക്കെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ദീപങ്ങളുടെ ഒരാഘോഷം ആണ് നമുക്കിനി നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ദീപങ്ങളുടെ ആഘോഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു വെളിച്ചം കൊണ്ടുവരട്ടെ എന്നുള്ള, അല്ലെങ്കിൽ വിജയം കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഈ ദീപാവലിയുടെ ഭാഗമായിട്ട് നമുക്ക് ഒരു 20% അപ് ടു 20% ഓഫർ നമ്മുടെ കോഴ്സുകൾ കൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു അവസരം നിങ്ങൾ ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കുക. കാരണം ഒരുപാട് ഓഫറുകൾ നിങ്ങൾക്ക് ഇത് കൂടാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് എത്രയും വേഗത്തിൽ നിങ്ങൾ അത് കരസ്ഥമാക്കാനായിട്ട് ശ്രമിക്കുക. കോഴ്സിന് ജോയിൻ ചെയ്യുക, നമുക്ക് പഠിച്ച് മുന്നേറേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ടൈം ടേബിളിനെ പറ്റിയാണ് അല്ലേ. അപ്പോൾ ഈ ടൈം ടേബിളിൽ നമ്മൾ ഡേ 8ലേക്ക് വരുമ്പോൾ, ഡേ 8 to ഡേ 13ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, യൂണിറ്റ് 1 തന്നെ നമ്മളവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരാഴ്ചത്തെ കാര്യം എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഡേ 7ൽ നമ്മൾ റിവിഷൻ നടത്തുന്നു. പിന്നെ നമ്മൾ ഡേ 8ലേക്ക് വരുമ്പോൾ, നമ്മൾ ഡേ 8 to ഡേ 13ലേക്ക് വരുമ്പോൾ ആ ഫസ്റ്റ് യൂണിറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. പിന്നീട് ഡേ 15 to ഡേ 20 അവിടെ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്, യൂണിറ്റ് 2 ആണ്. അവിടെ നമ്മൾ ഹിസ്റ്റോറിയോഗ്രഫിയാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡേ 14 വരുന്നുണ്ട്. ഡേ 14ൽ നമ്മൾ എന്താണ്, റിവിഷനാണ് അല്ലേ. ഓക്കെ, ഡേ 14ൽ റിവിഷനാണ്, അതുമാണ് അവിടെ അത് മാർക്ക് ചെയ്യുമായിരുന്നു. ഓക്കെ, അതിനുശേഷം ഡേ 15 to ഡേ 20 യൂണിറ്റ് 2 ആണ് ഹിസ്റ്റോറിയോഗ്രാഫി. അപ്പോൾ അതിനുശേഷം നമുക്ക് 21ൽ എന്തുണ്ട്, റിവിഷൻ വരും അല്ലേ. 21ൽ റിവിഷൻ വരും. ഡേ 22 to 27ൽ നമ്മൾ യൂണിറ്റ് 2 എന്താണ്, കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ, ഹിസ്റ്റോറിയോഗ്രാഫി കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നീട് ഡേ 28ൽ നമുക്ക് റിവിഷൻ വരുന്നു. ഡേ 27 to 29 to 34ൽ നമുക്ക് യൂണിറ്റ് 3 കേരള ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കുന്നത്. അതിനുശേഷം 35 നമുക്ക് റിവിഷൻ വരുന്നു. ഓക്കെ, ഡേ 36 to ഡേ 41ൽ നമ്മൾ യൂണിറ്റ് 3 കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് ഡേ 43 to 48ൽ നമ്മൾ യൂണിറ്റ് 4 ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി നോക്കുന്നു. 49ൽ നമുക്ക് റിവിഷൻ വരുന്നു. ഡേ 50 to ഡേ 55ൽ യൂണിറ്റ് 4 നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ 90 ഡേയ്സ് കൊണ്ട് നമ്മൾ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഫുൾ ഏരിയ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഒന്നും ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെ അണുവിട നമ്മൾ വിടാതെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, നമ്മുടെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് തയ്യാറെടുക്കുന്നതിന് ഈ ടൈം ടേബിൾ നമുക്ക് വളരെ അനിവാര്യമാണ്. ഓക്കെ, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒന്നും സ്കിപ്പ് ചെയ്യാതെ പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ റിവിഷൻ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 90 ഡേയ്സ്, ഈ 90 ഡേയ്സ് 85 to 90 ഈ ദിവസങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, യെസ്, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റിവൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു കോംപ്രിഹെൻസീവ് ആൻഡ് ഇൻഡെപ്ത് സ്റ്റഡിയാണ് നടത്തുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കുറച്ചുകൂടെ ദിവസങ്ങൾ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, കാരണം എന്താണ്, നമ്മൾ എല്ലാ ആഴ്ചകളിലും റിവിഷൻ നടത്തിയാണ് പോകുന്നത്.
അതിനുശേഷം 90 ഡേയ്സ് അല്ലെങ്കിൽ 85 to 90 എന്ന് പറയുന്ന ആ ദിവസങ്ങളിൽ നമ്മൾ ഇൻഡെപ്ത് സ്റ്റഡി നടത്തുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് റിവിഷന് സമയം കിട്ടത്തില്ല എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് വേണ്ട. കൃത്യമായിട്ട് തന്നെ നമുക്ക് പഠിച്ചു പോകാം. കൂടാതെ നിങ്ങൾക്ക് ഇൻ ഹൗസ് ക്ലാസ്സസുകളുണ്ട്. ഓക്കെ, അത് ആഴ്ചകളിൽ നിങ്ങൾക്ക് ലഭിക്കും. ആ ക്ലാസ്സുകളിൽ നമ്മൾ നമ്മുടെ പാഠഭാഗങ്ങൾ, കൂടുതൽ ഡിഫിക്കൽട്ടായിട്ടുള്ള പാഠഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ സംശയങ്ങൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ ദൂരീകരിച്ച് തന്നെ ആണ് മുമ്പോട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ ഈ കോഴ്സിന് ഉണ്ട്. ടൈം ടേബിൾ വെച്ച് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, യെസ്. അപ്പം നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കാം. നമ്മുടെ 2025 ജനുവരിയിൽ നടക്കുന്ന സെറ്റ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പം സെറ്റ് അസ്ത്ര 2.1ൻ്റെ ഭാഗമായിട്ട് നമുക്ക് 90 ഡേയ്സിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. തീർച്ചയായിട്ടും നമുക്ക് ഇത്തവണ ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, മാത്സ്, കൊമേഴ്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, ജനറൽ പേപ്പറിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജനറൽ പേപ്പറിൻ്റെ ക്ലാസ്സുകൾ നമ്മൾക്കുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. എന്തൊക്കെയാണ്? ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റി ഉണ്ട്. അത് വാട്സപ്പ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനും അഡീഷണൽ പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ ആയിട്ടുള്ള അവസരമുണ്ടാകും. ടൈം ടേബിൾ ബേസ്ഡ് റിവിഷൻ, അതാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് അല്ലേ? ഓക്കെ, സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് ഉണ്ടാവും. പരീക്ഷ വരെ നിങ്ങൾക്ക് ഒരു മെൻറ്റർ ഉണ്ടാവും. അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ്, അവിടെ നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. വീക്ക്ലി എക്സാംസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ PDF നോട്ട്സും ഉണ്ട്. ഇത്രയും വളരെയധികം ഫീച്ചേഴ്സ് ഉള്ളൊരു കോഴ്സിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്തവണത്തെ സെറ്റ് എക്സാം നമുക്ക് സെറ്റാക്കണം. നന്നായിട്ട് പഠിക്കാനുള്ള സമയമാണ്. എത്രയും വേഗത്തിൽ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.